ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 5:30. നമ്മള് സൺറൈസ് കാണാൻ പോവാണ്. ഇവിടെ വന്നിട്ട് കൊറേ വിചാരിക്കുന്നു പോണെന്ന്. ഉറക്ക് ഏട്ടനടിക്കാത്തത് കൊണ്ട് ഇതുവരെ കാണാൻ പറ്റിട്ടില്ല. അപ്പൊ ഇന്നലെ പോവാ. ഇന്നിപ്പം നെറ്റിൽ അടിച്ചു നോക്കിയാലും 6:02 6:02 6:12 അങ്ങനെ എന്തോ ആണ് സൺറൈസ് ടൈം കാണിക്കുന്നത്. അപ്പൊ എന്തായാലും പോവാ. ഇതാണ് ആർട്ടിഫിഷ്യൽ ബീച്ച്. നമ്മൾ അന്ന് കാണിച്ചു തന്നിട്ട് രാവിലെ പോകുന്നവരാ. ഇവിടെ വൈകുന്നേരം വന്ന ഒരു ഇരിക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല, നടക്കാനൊരു സ്ഥലം. ഇവിടെ എല്ലാരും രാവിലെ എണീച്ച് നടക്കുന്ന ടൈപ്പാ അല്ലേ? എല്ലാരും എക്സസൈസും അവരവരെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരാ. അതായത് എന്താ പറയാ, അങ്ങനെ അറിയുന്നത്. അപ്പൊ നമ്മൾ ഫോളോവേഴ്സ് പോകും. നമ്മൾ ശരിക്കും പാലത്തുമ്പോ പോയിട്ട് സൺറൈസ് കാണാന്ന് വിചാരിച്ചത്. ഒരിക്കൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് മേഘങ്ങളായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. അപ്പൊ ഇന്നെന്തായാലും പാലത്തുമ്പോ പോയില്ല, ആർട്ടിഫിഷ്യൽ ബീച്ചിൽ വന്നു. ഇവിടെ കാണാൻ പറ്റുമോ? സൂര്യനെ കാത്തോണ്ട് ഇങ്ങനെ നിൽക്കണം. ഇവിടെ കുറെ ആൾക്കാര് കൊറേ ബോർഡുകൾ വെള്ളത്തിനെ പൊന്തിക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ലേ, പാലത്തുമ്പോ പോയിട്ടാണ് നമ്മൾ സൺറൈസ് കാണാൻ നിന്നേന്ന്. അപ്പൊ അതാ ആ പാലം. ശരിക്കും നല്ല രസാട്ടോ. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ കടലിന്റെ സൗണ്ട് കേട്ടിട്ടില്ല, ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട്. നമ്മളിവിടെ വന്നാല് എപ്പോഴും ഇവിടെ നിന്ന് സോസേജ് നിർബന്ധ. ഒന്നല്ല 4 സോസേജ്, 2 അനക്ക് 2 ആയിട്ടുണ്ട്. പക്ഷെ ആ കട തുറന്നില്ല. എന്താ കട തുറന്നിട്ടില്ല? തുറന്നില്ല. നല്ല ചായയും നല്ല സോസേജും എപ്പോഴും കഴിക്കില്ല. ഈ കട ഇങ്ങനെ നല്ല കേട്ടോ, അടിപൊളിയാ. തുറന്നു കഴിഞ്ഞാൽ നല്ല ചായ, നല്ല സാധനം അവിടെ കിട്ടുന്നല്ലേ, അത്യാവശ്യം നല്ല. ഇവിടെ എല്ലാവരും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അതായത് ഫാമിലി, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ഉപ്പ, ഉമ്മ എല്ലാവരും കൂടിയിട്ട് കറങ്ങാൻ വരും. രാത്രിയോ പകലാതെ ഏതൊരു സമയം അവർക്ക് ഇതാകുന്ന ഒരു സമയത്ത് വന്ന് എപ്പോ കാണുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ കാണും. പക്ഷെ അവർക്ക് ഔട്ടിങ് ആയിക്കോട്ടെ, ചെറിയ മക്കളെ കൂട്ടിയിട്ട് വൈകുന്നേരം ഇവിടെ മൊത്തം ചെറിയ മക്കളായിരിക്കും. വൈകുന്നേരം നമ്മൾ കാണിച്ചത് മൊത്തം ഫാമിലി മാത്രം. കപ്പിൾസ് അങ്ങനെയൊന്നുമല്ല, ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നു. ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടായിരിക്കും അല്ലേ? ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഔട്ടിങ്ങോ കാര്യങ്ങളോ നമ്മൾ ആഴ്ചക്കോ അങ്ങനെ പോകുന്നവരുണ്ട്, പക്ഷെ ഒട്ടും പോവാത്തവരുണ്ട് നമ്മളാണ്. ഇവിടെ അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഒരുവിധ ആൾക്കാരും അങ്ങനെ പോകുന്നുണ്ട്, കാണുന്നില്ല. ഇന്നലെ AC ഫുള്ള് ഇട്ട് വെച്ചിട്ട് കിടന്നത്, അതുകൊണ്ട് നല്ല തണുപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇടണ്ട. തണുക്കുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ കട തുറക്കാത്തതിന്റെ ദേശത്തേക്ക് കിട്ടാം, ചായ കുടിക്കാൻ കിട്ടാത്തത് അല്ലേ? ഒരു ഉത്തരവാദിത്തമില്ലാത്ത നമ്മള് വൈകുന്നേരം ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുക. എന്താ അറിയോ, അവിടെയാണ് എയർപോർട്ട്. ആ ഒരു സൈഡിലായിട്ട് എയർപോർട്ട്. അപ്പൊ ഇവിടെ ഇരുന്നതുകൊണ്ട് എയർപോർട്ട് അങ്ങനെ കാണാൻ പറ്റാതെ അപ്പുറത്തെ സൈഡിൽ ഇരുന്നതാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയിരുന്നു എയർപോർട്ട്.
പിന്നെ വെച്ചിട്ടുണ്ട്. എന്തോ അവിടെ ഒരു ആള് നിൽക്കുന്നു വെള്ളം ചെയ്യാൻ വേണ്ടി. അല്ലേ സൂര്യ വന്നടി, സൂര്യ അവിടെ പോയി. എവിടെയോ പോയി ചായ വാങ്ങി വരുന്നുണ്ട്. രാവിലെ ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് എന്തോ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വാങ്ങി വന്നു. എവിടെ നിന്നേ എവിടെ രാത്രി ഉണ്ട് ചാട്ടവനാ കൊള്ളാം, രസം കിട്ടും. ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും അറിയില്ല, നമുക്ക് നോക്കാം. വേഗം പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ പറ്റും അല്ലേ? പ്രാവാട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കട. ഇതാണ് മുമ്പ് പറഞ്ഞ കട. ചായ വാങ്ങി വന്നതിന് ശേഷമാണ് കൊണ്ടുവന്നത്. ഇവര് നല്ല ടൈം എത്ര സമയം വരെ ഉണ്ടാവും? രാത്രി 2 മണി 3 മണി ഉണ്ടാവും. അത്രയും സമയം ഉണ്ട്. ആ ഒരു സമയത്ത് കടയുടെ ഇപ്പൊ രാവിലെ 6 മണിയായി. രാവിലെ 6 മണി ടു രാത്രി 2 മണി 3 മണി വരെ. ഇവിടെ നല്ല ഐസ്ക്രീം കിട്ടും. ആ വലിയൊരു മേഘത്തിന്റെ ഇടയ്ക്കാണ് സൂര്യൻ സത്യം. ശരിക്കും സൂര്യൻ എല്ലാ ദിവസവും വന്നില്ലെങ്കിൽ നോക്കിയോ സൂര്യൻ എങ്ങോട്ട് പോകുന്നില്ല. ശരിക്കും എല്ലാരും ആ ആനന്ദ സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാരും ഒരു തവണയെങ്കിലും ഈ സൂര്യോദയം കാണണല്ലേ? സൂര്യോദയം സൂര്യാസ്തമയം എല്ലാം കാണും. മനസ്സൊന്ന് ഫ്രഷ് ആവും. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു സമാധാനം. രാവിലെ എണീച്ചതിന്റെ ഒരു, അതായത് ശീലമില്ലല്ലോ, അവർ രാവിലെ എണീച്ചതിന്റെ ഒരു മതി അത്രയും അതിപ്പോ മാറും. നമുക്കിത് സൂര്യോദയം കാണാൻ പറ്റൂല, കാരണം ആ മേഘം ഒരു വൃത്തിയായിട്ട് മേഘം വന്ന് വരുന്നതാണ്. നമ്മൾ മേഘത്തിൽ നിന്ന് അങ്ങനെ പറയാൻ പാടില്ല. ആ സൂര്യന്റെ ഒപ്പം പൊന്തി പൊന്തി വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ കുറേ പ്രാവുകൾ ഇങ്ങനെ പറഞ്ഞു. അതാണ് നമ്മളെ പ്രസന്റ് അറിയാം. നമുക്ക് ആ പടം നമ്മളെ സ്വന്തം. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. എനിക്കിവിടെ എന്തൊരു കാര്യങ്ങൾ തോന്നില്ല. ആ മേഘം വല്ലാണ്ടേ സൂര്യനെ മറങ്ങിട്ടേക്ക്. അതുകൊണ്ട് വെയിലില്ല, നല്ല വെയിലില്ല, പക്ഷെ വല്ലാണ്ട് നമ്മളെപ്പോ സൂര്യോദയം കാണാൻ വന്നാലും ഇതവസ്ഥ. അന്ന് വന്നപ്പോ ഇങ്ങനെ തന്നെയായിരുന്നു, കാണാൻ പറ്റില്ല. ഇന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നാളെ കാണാൻ പറ്റും. നമ്മളെപ്പം കഴിഞ്ഞ് വരും, നമ്മൾ ഇനിയും വരും, കാണും, ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തു. അതെ കാണിച്ചു കൊടുക്കും. ആ മേഘത്തിന്റെ ഉള്ളിലാണ് ആ മേഘത്തിന്റെ ഉള്ളിലാന്നുള്ളത് നമ്മളെ കാണാൻ സമ്മതിക്കില്ല തന്നെ. നല്ല കപ്പൽ പോലെ ബാഹുബലിയിലെ മറ്റേ ഇതിലെ എന്റെ ടീഷർട്ടാണത്. എന്റെ ടീഷർട്ട്, എന്റെ ട്രൗസർ, എന്റെ ഷീറ്റ് എല്ലാം എടുത്ത് അന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓടും, ഓടി ഇഷ്ടം പോലെ പ്രാവുണ്ട്. നല്ല രസം കാണാൻ. മെല്ലെ പോ, മെല്ലെ പോ, മെല്ലെ പോ. കൊറേ പ്രാവുകളുടെ ഇടയ്ക്ക് എന്റെ പ്രാവ്.
റൂമിലേക്ക് പോവാം. റൂം പോയിട്ട് എന്തെങ്കിലും തിന്നാൻ കാണാം. അതെ, രാവിലെ തൊട്ട് പറയുന്നത് മെക്സിക്കൻ. രാവിലെ നീട്ടി ഞാൻ പോയി എല്ലാവരും പോയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൊ ബായ്. അപ്പൊ ഇന്ന് രാവിലെ 5 മണിക്ക് അലാറം വെച്ച് 5 മണിക്ക് എണീറ്റ് 5:30 നമ്മൾ ആർട്ടിഫിഷ്യൽ ബീച്ചിലെത്തി സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ സൂര്യോദയം മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം കണ്ടു. സൂര്യൻ വന്നില്ലെന്ന്. ഇന്ന് സൂര്യൻ വന്നു, പക്ഷേ നമുക്ക് വൃത്തി കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റില്ല, മേഘം പറഞ്ഞിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഇവിടുത്തെ പ്രാവാടം ഇങ്ങനെ മെല്ലെ കണ്ടിട്ട് നമ്മൾ തിന്നാനൊക്കെ മേടിച്ചു കൊടുത്ത് ചായ കുടിച്ച് ഇനി റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ, തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം.